മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാതൃഭൂമി, മനോരമ, മംഗളം, ദേശാഭിമാനി തുടങ്ങിയ അനവധി പത്രങ്ങൾ വായിക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. ഈ ഭാരത സർക്കാർ, ഇന്ത്യൻ പ്രധാനമന്ത്രി 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ പിൻവലിക്കുന്നു എന്നും അതിന് ഇനി കടലാസിൻ്റെ വിലയേ ഉണ്ടാവുള്ളൂ എന്നും പ്രഖ്യാപിച്ചത് മുതൽക്ക് മാതൃഭൂമി പത്രം, മറ്റു പത്രങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വായിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത്, ആദരവ് തോന്നിയത്, ബഹുമാനം തോന്നിയത്, പ്രത്യേകിച്ചും 140 പുസ്തകം എഴുതിയ വ്യക്തി എന്നുള്ള നിലയിലും നിരന്തരം അനവധി പ്രഭാഷണങ്ങൾക്ക് അന്നും ഇന്നും പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലും അന്നന്ന് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പല രീതിയിൽ വായിച്ച് ധർമ്മ-news.in അപ്ലോഡ് ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിലും മാതൃഭൂമി പത്രത്തിൽ വായിക്കാൻ സാധിക്കുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ പത്രധർമ്മത്തിൻ്റെ പരമകാഷ്ഠയിലെത്തി നിൽക്കുന്ന അത്യുജ്വലമായ ചൈതന്യം വാരി വിതറുന്ന, സത്യവും ധർമ്മവും നീതിയും ന്യായവും എന്താണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്താണെന്ന് സൂചിപ്പിക്കുന്ന, ഗവൺമെൻറ് തീരുമാനങ്ങളിലെ കുറവുകളും നന്മകളും വ്യക്തമായി അടിവരയിട്ട് സൂചിപ്പിക്കുന്ന, മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും വ്യക്തമായിട്ട് വിവരിക്കുന്ന, സർവോപരി ഒരു പത്രം, കോഴിക്കോട് നിന്ന് ആരംഭിച്ച പത്രം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഉദ്ധരിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന അതിമഹത്തായ കർമ്മങ്ങൾ ഉൾപ്പെടെ, അത് ഞാൻ അനവധി കാര്യങ്ങളിൽ ഒരു കാര്യമായിട്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ സത്യത്തിൻ്റെ വഴിയിലൂടെ, ധർമ്മത്തിൻ്റെ വഴിയിലൂടെ, നീതിയുടെ വഴിയിലൂടെ, ന്യായത്തിൻ്റെ വഴിയിലൂടെ മാതൃഭൂമി പത്രത്തിൻ്റെ ഓരോ താളുകളിലൂടെ കടന്നു പോകുമ്പോഴും യഥാർത്ഥത്തിൽ ആത്മാഭിമാനം തോന്നുന്നു. ഗവൺമെൻറ്റിൻ്റെ, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നോട്ടുകൾ റദ്ദാക്കിയതിൻ്റെ പിന്നിലുള്ള വികാരത്തെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അത്യുജ്വലമായ രീതിയിൽ തന്നെ അതിനെ പരോക്ഷമായിട്ട് അഭിനന്ദിക്കുകയും അതിലെ ശരികൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും സൂചിപ്പിക്കുകയും വ്യക്തമായ രീതിയിൽ അത് ജനങ്ങളിൽ എത്തിക്കുകയും ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഗവൺമെൻറ്റിൽ എത്തിക്കുകയും ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത് കൃത്രിമമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമായി സൂചിപ്പിക്കുകയും ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കിരിക്കുന്നവരുടെയും വീക്ഷണങ്ങൾ വളരെ വ്യക്തമായി അതിനകത്ത് ഹിഡൻ അജണ്ടയൊന്നുമില്ലാതെ ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യുന്ന മാതൃഭൂമി പത്രത്തിൻ്റെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ഓരോ പേജിലെയും ഓരോ വാർത്തയും വിലയിരുത്തലുകളുമെല്ലാം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, കള്ളനല്ലേ പോലീസിനെ കാണുമ്പോൾ ഭയപ്പെടേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ചതിച്ചവനും വഞ്ചിച്ചവനുമല്ലേ സത്യത്തെയും ധർമ്മത്തെയും കുറിച്ച് പറയാൻ ഭയപ്പെടേണ്ടതുള്ളൂ, അരാജകത്വം ഉണ്ടാക്കുന്നവർക്കല്ലേ യഥാർത്ഥത്തിൽ അതിനെതിരെ സമൂഹം ഉണരുമ്പോൾ ഭയപ്പെടേണ്ടതുള്ളൂ, ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകിടം മറിക്കുന്നവർക്കല്ലേ ഇതുമാതിരിയുള്ള നിയമങ്ങൾ വരുമ്പോഴത്തേക്ക് ഒളിച്ചോടേണ്ടി വരാറുള്ളൂ എന്നുള്ള കുറേ ചോദ്യങ്ങൾ ആര് ചോദിച്ചാലും അത് നന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ളൊരു ചോദ്യമാണ്, വിലയിരുത്തലാണ്. അത് മാതൃഭൂമി ചെയ്യുന്നു. മറ്റൊരു പത്രവും അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. യഥാർത്ഥത്തിൽ പണ്ട് മധ്യ കേരളത്തിൽ തമാശയിൽ പറയുന്ന ഒരു വരിയുണ്ട്, എൻ്റെ അച്ഛൻ
പത്തായത്തിലുമില്ല എന്ന് അച്ഛനെ അന്വേഷിച്ച് പോലീസ് വന്നപ്പോൾ മകൻ പോലീസിനോട് പറഞ്ഞ വരി, എൻ്റെ അച്ഛൻ പത്തായത്തിലുമില്ല എന്ന് പോലീസിനോട് പറഞ്ഞപ്പോൾ ആ പോലീസിനോട് കൺവേ ചെയ്ത മെസ്സേജിൻ്റെ അർത്ഥവും വ്യാപ്തിയും എത്രയാണെന്ന് കേൾക്കുന്നവർക്കും ഈ വിവരം നമ്മൾ ഉൾക്കൊള്ളുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പോലെ ഒത്തിരി വ്യക്തികൾ, ഒത്തിരി പാർട്ടികൾ, ഒത്തിരി സംഘടനകൾ, ഒത്തിരി അധികം പ്രസ്ഥാനങ്ങൾ, വളരെയധികം മാധ്യമങ്ങൾ, ഇവരെല്ലാം ആർക്കു വേണ്ടി വാദിക്കുന്നു, ആർക്കു വേണ്ടി വാദിക്കണമെന്നാണ് ഇവരെല്ലാം പറഞ്ഞിരുന്നത്? കള്ളപ്പണം എത്രത്തോളം ഗവൺമെൻറ് പിടിച്ചു എന്ന് ചോദിച്ച് രാജ്യസഭയിലും ലോകസഭയിലും നിരന്തരം ആക്രോശിച്ചവരെല്ലാം കറക്റ്റ് കള്ളപ്പണത്തിൻ്റെ കഴുത്തിൽ കയറി പിടിച്ചപ്പോൾ കാണിക്കുന്ന വെപ്രാളത്തിൻ്റെ പുറകിൽ അച്ഛൻ പത്താഴത്തിലും ഇല്ല എന്ന ആ സന്ദേശത്തിൻ്റെ അർത്ഥമാണോ എന്നൊന്ന് ചിന്തിക്കുക. ദേശവിദേശങ്ങളിലുള്ള കള്ളപ്പണത്തിൻ്റെ അളവ് വളരെ വ്യക്തമായിട്ട് പലരും കഴിഞ്ഞ 70 വർഷമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഭാരതത്തെ 10 അമേരിക്കയാക്കി മാറ്റാമെന്ന് വരെ ചിലർ എഴുതി കണ്ടു. പക്ഷേ അത്രയും സന്തോഷത്തോടുകൂടി കള്ളപ്പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്ന് ആക്രോശിച്ചവരും അത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നില്ല എന്ന് ആരോപിച്ചവരും യഥാർത്ഥത്തിൽ കള്ളപ്പണത്തെ കറക്റ്റായിട്ട് അങ്ങോട്ട് പൂട്ടിയപ്പോൾ അവരെല്ലാം വാദി പ്രതിയാവുകയോ പ്രതിവാദിയാവുകയോ ഒക്കെ ചെയ്യുന്നു എന്ന് കേൾക്കുന്ന പോലെ എല്ലാ വാദികളും പ്രതിയായി മാറുമ്പോൾ കാണുന്ന വെപ്രാളം, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പത്രധർമ്മത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയും അനവധി പത്രങ്ങളിൽ നിരന്തരം എഴുതുന്ന വ്യക്തിയും TV ചാനലിൽ പണ്ട് നിരന്തരം ഡിസ്കഷന് പോകുന്ന വ്യക്തിയും ഇപ്പം ഞാൻ പോകാറില്ല. അതിന് കാരണം ആ TV ചാനലുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞാലേ നമുക്ക് അനുവദിച്ച സമയം പൂർണ്ണമായും സംസാരിക്കാൻ പറ്റുള്ളൂ. ആ TV ചാനലിൽ ആങ്കർ ചെയ്യുന്ന വ്യക്തിയും TV ചാനലുകാർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശവും അനുസരിച്ച് ഏതെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാവുമ്പോൾ അതിന് ചാനലിൻ്റെ മാനേജ്മെൻറ്റിന് വീക്ഷണത്തിന് അനുകൂലമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് അങ്ങനെ പറയുന്നവർക്ക് കൊടുക്കുന്ന അനുഭവം പല പ്രാവശ്യം ഉണ്ടായപ്പോൾ ഇപ്പം എന്നെ ചാനലിൽ അഭിപ്രായം പറയാൻ വിളിക്കുമ്പോൾ ഞാൻ നേരത്തെ പറയാറുണ്ട്, എല്ലാവർക്കും അനുവദിക്കുന്ന സമയം എനിക്ക്, അല്ലെങ്കിൽ മിനിമം 3 മിനിറ്റെങ്കിലും എൻ്റെ കാര്യങ്ങൾ പറയാം. അതല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഇൻ്റർവ്യൂ നടത്തുക, ഞാൻ വരാം. അല്ലാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നതോടുകൂടി ഇപ്പം ഞാൻ ചാനലിലേക്ക് പോകാറില്ല, വിളിച്ചാലും പോകാറില്ല. പക്ഷേ വളരെ സത്യസന്ധമായിട്ട് മാതൃഭൂമി ഈ ഒരു ധന്യമായ ധർമ്മം ചെയ്യുന്നതായിട്ട് കുറേ ദിവസമായിട്ട് കാണുന്നത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കണമെന്ന് തോന്നി. ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിലും ഇതേപോലൊരു ചർച്ച കണ്ടു. അതിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ എങ്ങനെയാണ് ഈ പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ പേരിൽ 49,000 രൂപ വരെ കൊണ്ടുപോയി ഇട്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എണ്ണി ഒരു സ്ത്രീ പറഞ്ഞപ്പോൾ അത്ര വരെ കള്ളനോട്ടിനെതിരെ നടക്കുന്ന വേട്ടയാടലിനെ എതിർത്തുകൊണ്ടിരുന്ന മറ്റു ഗ്രൂപ്പുകാർ അത് മുഴുവനും കേട്ടു. ആങ്കർ ചെയ്ത വ്യക്തി പതിവിന് വിപരീതമായിട്ട് ഈ സ്ത്രീക്ക് പറയാനുള്ളത് മുഴുവനും ഗവൺമെൻറ് ചെയ്യുന്നത് എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നു, കോപ്പറേറ്റീവ് സെക്ടറിൽ സഹകരണ മേഖലയിലുള്ള പ്രശ്നമെന്ത്, ആ പ്രശ്നമുണ്ടാക്കിയത് ആരാണ്, ഇന്ന് വരെ ഓപ്പറേറ്റ് ചെയ്യാത്ത അക്കൗണ്ടുകളിലേക്ക് എല്ലാം 49,000 രൂപ എങ്ങനെയാണ് വന്നത്, അതിനെങ്ങനെയാണ് കോപ്പറേറ്റീവ് ബാങ്കുകാർ പ്രോത്സാഹിപ്പിക്കുന്നത്, കോപ്പറേറ്റീവ് ബാങ്കിൽ ഇൻകം ടാക്സ് റേറ്റ് വരില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതിൽ കൊണ്ടുപോയിട്ടിരിക്കുന്ന പൈസയുടെ അളവ്, ഇതെല്ലാം ആ സ്ത്രീ, എനിക്ക് അത്ഭുതം തോന്നി, ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പെട്ടെന്ന് കാണാൻ വന്നതാണ്.
എണ്ണി 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 കയ്യിൽ ഒരു പേപ്പറും ഇല്ലാതെ നമ്പർ വരെ കറക്റ്റായിട്ട് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ ആങ്കർ ചെയ്ത വ്യക്തിക്ക് ആ സ്ത്രീ പറഞ്ഞു തീരുന്നത് വരെ ഒരു 4-4.5 മിനിറ്റ് ആ ഡിസ്കഷനിൽ സമയം കൊടുക്കേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു മാതൃഭൂമിയെ പോലെയുള്ള പത്രത്തിൽ സത്യസന്ധമായിട്ട് വാർത്തകൾ വരുമ്പോൾ കുറവുകളും തെറ്റുകളും കാണിച്ച് നന്മകളാണെന്ന് വായിക്കുന്നവർക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും മനസ്സിലാവുന്ന വിധത്തിൽ ആ പത്രം ലോകത്തിൻ്റെ മുമ്പിൽ സത്യം വിളമ്പിയപ്പോൾ മറ്റു പലർക്കും സത്യം വിളമ്പാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നതുകൊണ്ടായിരിക്കണം ഇവരെല്ലാം കുറേശ്ശെ മാറുന്നത്. ഏതായാലും മാതൃഭൂമിയുടെ പാത പിന്തുടരുന്ന ധാരാളം പത്രമാധ്യമ പ്രവർത്തകർക്കും സത്യത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴിയിലൂടെ പോകണമെന്ന് ലോകത്തെ ഉപദേശിക്കാൻ യോഗ്യതയുള്ള വ്യക്തികൾക്കും എൻ്റെ പ്രണാമം, നമസ്കാരം.